إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, സൂറത്ത് അൽ ഖലം, സൂറത്ത് നൂൻ, ഈ അധ്യായത്തിന്റെ തുടക്കത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട 2-3 വചനങ്ങളാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം പൂർണ്ണതയുള്ള ജീവിതമാണ്. കാരണം മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുറവുണ്ടാവും, ഒരു ന്യൂനതയുണ്ടാവും. അത് രഹസ്യത്തിലോ അത് പരസ്യ ജീവിതത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാലോ, അങ്ങനെ ഒരു കുറവില്ലാത്തൊരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങനെ ഒരു ന്യൂനത കാണാൻ കഴിയില്ല. കാരണം അള്ളാഹുവാണ് റസൂലിനെ തെരഞ്ഞെടുത്തത്. ആ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു പോവുകയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകളും ജീവിച്ച് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പകർത്തേണ്ടത്, നാം ഒപ്പിയെടുക്കേണ്ടത്. ഈ റസൂലിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുകഴ്ത്തിയ ഭാഗമാണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. നൂൻ കേവല അക്ഷരങ്ങളിൽ ചില സൂറകളിൽ തുടക്കത്തിൽ അങ്ങനെയുണ്ട്.
ആ കേവല അക്ഷരം ഖുർആനിനെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ് എന്നാണ് മുഫസ്സിറുകളുടെ അഭിപ്രായം. എന്തായാലും വൽ ഖലമി വമാ യസ്റൂൻ, പേന തന്നെ സത്യം. ആ പേന കൊണ്ട് രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് സത്യം. അപ്പൊ പേനയും പേന കൊണ്ട് രേഖപ്പെടുത്തുന്ന വസ്തുതകളും ഈ ലോകത്ത് ഉള്ളിടത്തോളം കാലം പ്രവാചകരെ ലോകം രേഖപ്പെടുത്തി വെക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ അത്യധികം അനുഗ്രഹത്താൽ ഒരു ഭ്രാന്തനല്ല തന്നെ എന്ന് ലോകം രേഖപ്പെടുത്തി വെക്കും. താങ്കൾക്ക് അണമുറിയാത്ത പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യങ്ങളുണ്ട്. നിങ്ങൾ ആരാ? വഇന്നക ലാ അലാ ഖുലുഖിൻ അലീം, മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ ഒരു പ്രശംസ ഹബീബായ റസൂലിന് നൽകുകയാണ്. വഇന്നക ലാ അലാ ഖുലുഖിൻ അലീം, മറിച്ചായ ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുണ്ടായിരുന്നതെങ്കിലോ വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലൻ ഫളു മിൻ ഹൗലി, താങ്കൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ഒരു മനുഷ്യരും അങ്ങയുടെ ചാരത്തുണ്ടാവുകയില്ല, അവരെല്ലാം ഓടിപ്പോകുമായിരുന്നു. നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നുബുവത്ത് ജീവിതം, പ്രവാചക ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞ ഒരു അതിമഹത്തരമായ ഒരു വചനമുണ്ട്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നല്ലപോലെ ശ്രദ്ധിക്കണം. ഇന്നമാ ബുഇസ്തു, നിശ്ചയം ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ ആദരണീയമായ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നിശ്ചയം ഞാൻ നിയോഗിക്കപ്പെട്ടത്. മകാരിമൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാര് പടുത്തുയർത്തിയ ഒരു കെട്ടിടമാണ്, ഒരു ബിൽഡിംഗ് ആണത്. ആ ബിൽഡിങ്ങിന്റെ പൂർത്തീകരണമാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൂർത്തീകരിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഖുലുഖ്. ആ ഖുലുഖിന്റെ പൂർത്തീകരണമാണ് അല്ലാഹ് പറയണത് അലാ ഖുലുഖിൻ അലീം. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സമൂഹം, ലോകത്ത് മനുഷ്യ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്താണ്? അത് മോറൽ ക്രൈസിസ് ആണ്, അല്ലെ? വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ നമ്മൾ എന്ത് ചെയ്യണം? കാലത്തെ കുറ്റം പറയല്ല നമ്മൾ വേണ്ടത്, മറിച്ച് റസൂലിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നാൽ മതി. നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. റസൂലിന്റെ കൂടെ നമ്മളിങ്ങനെ നടന്നാൽ മതി. അപ്പൊ എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ കൂടെ പോയാൽ ഈ ഭൂമി ലോകത്ത് നമ്മെ ഒരാളും കുറ്റം പറയില്ല. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സ്വഭാവ സംസ്കരണവും കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അത്ഭുതം നമുക്ക് അവിടെ ഫീൽ ചെയ്യും. സ്വഭാവ പൂർത്തീകരണത്തിന് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. അതാണല്ലോ ആ നബിവചനത്തിന്റെ അർത്ഥം. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമന ലക്ഷ്യം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്, ആ നുബുവത്തിന്റെ പ്രധാന ലക്ഷ്യം തൗഹീദാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന്റെ ലക്ഷ്യം. ഇവിടെ റസൂൽ എന്ന് പറയുന്നത് എന്താണ്? മകാരിമൽ അഖ്ലാഖിന്റെ പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ അറിയേണ്ടത് തൗഹീദും സ്വഭാവവും തമ്മിൽ, ശ്രദ്ധിക്കണേ, തൗഹീദും നമ്മുടെ സ്വഭാവവും തമ്മിൽ, നമ്മുടെ ഇബാദത്തും അഖ്ലാഖുകളും തമ്മിൽ അഭേദ്യമായ ശക്തമായ ഒരു ബന്ധമുണ്ട്. നമ്മളുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവമാണ് പുറത്തു കാണുന്നതെങ്കിൽ ഉള്ളിലുള്ളതാണ് അഖീദ എന്ന് പറയുന്നത്, അല്ലെ? അഖീദ എന്ന് പറയല്ല നമ്മള്, ഈ അഖീദ ഉള്ളിലാണ്. ഈ അഖീദയുടെ അനുഭവമാണ് ഈ അഖ്ലാഖിലൂടെ പുറത്തു വരുന്നത്. അഖീദയുടെ മഹത്വത്തിൽ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം. നോക്കൂ, ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ വരെ ഈ പ്രവിശാലമായ ലോകങ്ങളിൽ, ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ കച്ചവടത്തിന് വന്ന അറബികളുടെ സ്വഭാവം കണ്ടുകൊണ്ടല്ലേ ഇസ്ലാം ദീന് വളർന്നത്. അല്ലാതെ വേറെ നിലക്കല്ലല്ലോ. വേറെ നിലക്ക് പറഞ്ഞാൽ ആയുധം, അതിന്റെ വേറൊന്നും ഞാൻ പറയുന്നില്ല, വേറെ നിലക്കൊന്നുമല്ല. ഉറപ്പായി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് വന്ന ആളുകള് രാത്രി ഭക്ഷണം കഴിക്കുമ്പോ അടുത്ത അയൽപക്കത്താരെങ്കിലും പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്ന്
അന്വേഷിച്ച് ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ജീവികൾക്ക് വരെ നൽകിയിട്ടാണ്, ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പിച്ചാണ് ഭക്ഷണം കഴിച്ച് രാത്രി ഉറങ്ങുന്നത്. ആ മനുഷ്യരെ അന്വേഷിക്കുകയാണ് ആരാണ് ഇവര് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ റസൂലിന്റെ അനുചരന്മാരുടെ ജീവിതമാണ് നമ്മളെ ഇവിടേക്ക് എത്തിച്ചതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റസൂലുണ്ടോ? നമ്മുടെ വാക്കിൽ റസൂലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രസംഗങ്ങളിൽ, പ്രകടനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട്. പക്ഷെ ജീവിതത്തിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ, ഉള്ളിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയത്. ആക്ഷേപമല്ലട്ടോ, അങ്ങനെ ഒരിക്കലും മനസ്സിലാക്കല്ലേ. ഉള്ളിലുണ്ടോ? അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. സൽസ്വഭാവത്തിന് ഇസ്ലാം അത്യധികം സ്ഥാനമാണ് കൊടുത്തുള്ളത്. അതൊരു ഇബാദത്തായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ മത്സരിക്കേണ്ടത് ആ സ്വഭാവത്തിന്റെ മേഖലയിലാണെന്നാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള്, ഖിയാമത്ത് നാളിൽ എന്നോട് വളരെ അടുത്തിരിക്കുന്ന ഒരാള് ആരറിയോ? അയാള് അഹാസിനക്കും അഖ്ലാഖ, നിങ്ങളിലെ ഏറ്റവും മികച്ച സ്വഭാവത്തിന്റെ ഉടമകളാണ്. കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മൾ കുറെ മാറാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അത് നമ്മൾ സ്വയം നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ അടുത്ത് നാളെ പാരത്രിക ലോകത്ത് അടുത്തിരിക്കാരാ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരാ? എന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം കിട്ടുന്നവർ എന്റെ കൂടെ ജീവിച്ചവരെന്നല്ല പറഞ്ഞത്, മറിച്ച് പറഞ്ഞെന്നറിയോ? അഹാസിനക്കും അഖ്ലാഖ. ആ റസൂൽ ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ എന്നിൽ നിന്ന് വളരെ വിദൂരത്തുണ്ടാവുക എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആളാരാന്നറിയാമോ? ഒരു ഭാഗം, രണ്ട് ഭാഗത്ത് ഇതേ ഹദീസുകൾ പറയുന്നുണ്ട്. ഒന്ന് അസ്വാഅക്കും അഖ്ലാഖ, ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിന്റെ ആളാണ്. വേറൊരു ഭാഗത്ത് പറയുന്നത് അസ്സർസാറൂൻ അൽ മുതശദ്ദിഖൂൻ അൽ മുതഫയ്ഹിഖൂൻ. മുതഫയ്ഹിഖീങ്ങൾ എന്ന് പറഞ്ഞ കിബ്രന്മാർ, അഹങ്കാരികൾ. മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ എന്തിനേയും തീവ്രമായി സമീപിക്കുന്നവർ. സർസാറൂൻ, സരസറോന്ന് പറയുന്നവർ. ആ വാക്കെന്നാണ് നമുക്ക് ഈ മലയാള വാക്കെന്നെ ഉണ്ടാവുന്നത്. നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്നവർ. എന്നിട്ട് പറഞ്ഞ എന്താ അറിയാം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റസൂലിന്റെ കൂടെ, ഹദീസിനെ വിശദീകരിക്കാൻ സമയമല്ല, റസൂലിന്റെ കൂടെ ഇരിക്കാൻ സൗഭാഗ്യമുള്ളവര് നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മുമ്പിൽ ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, ജാമ്യം നിന്ന കഥ പറയുന്നു. ഒരു ജാമ്യം നിൽക്കാം, സ്വർഗത്തിന് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ അതിന്റെ ദറജകള്, അതിന്റെ പദവികളൊക്കെ കുറിച്ച് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, ആരാണ് റസൂലേ, അത് എങ്ങനെയുള്ളവരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നറിയാം, അന സഈം ബിബൈത്തിൻ അത്റാഫിൽ ജന്ന, സ്വർഗത്തിന്റെ രണ്ടറ്റങ്ങളിൽ വീട് നൽകാം, ഞാൻ ജാമ്യം നിൽക്കാം. ആർക്കറിയാതെ? ലിമൻ തറക്കൽ മറാഹ് ലിമൻ കാന മുഹിക്കൻ, തർക്കങ്ങളെ ഉപേക്ഷിക്കുന്നവരാണ്. എനിക്ക് തർക്കിക്കാൻ അവകാശമുണ്ട്, പക്ഷെ തർക്കത്തിന് നിൽക്കാതെ മാറി നിൽക്കുന്ന ഒരാൾക്കാണ് സ്വർഗത്തിന്റെ രണ്ടറ്റം. വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗം നൽകാമെന്ന് ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ ജാമ്യം നിൽക്കാം. ലിമൻ തറക്കൽ കദിബ് വഇൻ കാന മാസിഹൻ, കളവ് പറയുന്നതിനെ ഒഴിവാക്കുന്ന ആൾ, നുണ പറയാത്തവൻ എന്നാണ് പക്ക അതിന്റെ അർത്ഥം. തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ ബയാനിലേക്ക് നിങ്ങൾ വരണം കേട്ടോ. വബിബൈത്തിൻ ഫീ അഅ്ലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനം, ഏറ്റവും ഉയർന്ന തലം തരാമെന്ന് അല്ലാഹുവിന്റെ അടുക്കൽ ജാമ്യം നിൽക്കാം. ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വഭാവം നന്നാക്കിയവനെന്നാണ്. ആലോചിച്ചോക്കെ, നിങ്ങൾ ചിന്തിക്കേ, ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന്റെ ആധാരം ആ സമൂഹത്തിന്റെ സ്വഭാവമാണ്, അല്ലേ? വ്യക്തികളുടേതാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? മരണപ്പെട്ട് കഴിഞ്ഞ കാലമേറെയായിട്ടും നാം പലരെയും ഓർക്കാറില്ലേ? എങ്ങനെ ഓർക്കാറുള്ളത്? അയാളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്ര, പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എത്ര പണക്കാർ മരിച്ചുപോയിട്ടുണ്ട്, നമുക്ക് ഏത് പണക്കാരെ ഓർമ്മ? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ പല വിപ്ലവങ്ങൾ നടന്ന നാടുകളിൽ വിപ്ലവാനന്തരം പല ആളുകളുടെയും പ്രതിമകൾ തല്ലിയുടക്കുന്ന ചിത്രങ്ങൾ, അനുഭവങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പല ആളുകളുടെയും ഛായാചിത്രങ്ങൾ തല്ലിയുടക്കുന്നു. കാരണം ആ മനുഷ്യന്റെ ചിത്രം കാണുന്നത് പോലും ഞങ്ങൾക്ക് വെറുപ്പാണ് എന്നതാണ്. അതാണ് അതിന്റെ കാരണം. എന്താ കാരണം? എന്റെ സ്വഭാവമാണ്. ബാക്കി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണേ.
സൽസ്വഭാവം ജീവിതത്തിൽ ഉണ്ടായാൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളുണ്ട്. ഇപ്പോ നമ്മൾ ശരിക്കും ആലോചിക്കും, ലോകത്ത് സൽസ്വഭാവികളാകാൻ, ചിരിക്കാൻ ഓരോരുത്തരും മുതലാളിമാര്, മോട്ടിവേറ്റർമാര് പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേഖല ഏതാ? ബിസിനസ്സിലാണ്. ഒരു മോട്ടിവേറ്റർ അല്ലെങ്കിൽ കടയുടെ ഓണർ, മുതലാളി പറയാറുള്ളത് എന്തറിയാം? അയാൾ പറയാറുള്ളത്, ആ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കോഴ്സുകളിലും പറയാറുള്ളത്, നിങ്ങൾ ഉപഭോക്താക്കൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ചിരിക്കണം. മസിൽ പിടിച്ചിരിക്കരുത്. അപ്പൊ എന്തിനാ നിങ്ങൾ ചിരിക്കണത്? ആ ചിരി ഉണ്ടെങ്കിലേ ഇവിടെ വളരുള്ളൂ. ആ മനുഷ്യനെ കാണാൻ എനിക്ക് വെറുപ്പാണെന്ന് എപ്പോഴാ പറയാറിയോ? എപ്പോഴാ പറയാ? നിങ്ങൾക്ക് ഉത്തരങ്ങളും കൂടി കൊടുത്തു നോക്കി എപ്പോഴാ പറയാ? നമ്മുടെ ഒരാളെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക, ഇങ്ങനെ മസിൽ പിടിക്കണം, ഒന്നും കൂടി ഒന്നൊരു മുഖം ഒന്ന് പ്രസന്നാക്ക്. കാരണം ആ മുഖത്തിൽ പിന്നീട് നിന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ലേ. എങ്കിൽ ആ മോട്ടിവേഷൻ കോഴ്സുകളിൽ ചിരി ഒരുപക്ഷെ ഒരു പ്രസന്നമാവും, ഒരു കൃത്രിമത്വമാവും. കൃത്രിമത്വത്തിന്റെ ചിരി നമുക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, തബസ്സുമക് ഫീ വജ്ഹി അഖീക് സദഖ. നിന്റെ സഹോദരനെ കാണുമ്പോ മുഖപ്രസന്നതയോടുകൂടെ പെരുമാറാൻ കഴിയാന്ന് പറയുന്നത് സ്വതക്കയാണ്. എന്താണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ? ഫീ സിദ്ഖിൽ ഖൽബി, അത് ഹൃദയത്തിന്റെ സത്യസന്ധതയാണ്. നമുക്കൊരു ചിരി വേണ്ടേ? ആരാ അപ്പൊ മാറേണ്ടത്? ആരാ മാറേണ്ടത്? നമ്മളാണ്. പരസ്പരം നന്ദിയാണ് നമ്മൾ കാണിക്കേണ്ടത്, കുശുമ്പല്ല. ഒരാളോട് മിണ്ടാതെ വരുമ്പോൾ നമ്മുടെ അകത്താണ് പ്രശ്നം. നേരെ പഠിക്കണം, നമ്മുടെ അകത്താണ് പ്രശ്നം. ഞാൻ അതിന്റെ മുഴുവൻ ശാസ്ത്രീയതയിലേക്ക് പോകുന്നില്ല. ഒരാള് സാധാരണ നമ്മളന്ന് പണ്ടേ പഠിച്ചിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു, അത് പറഞ്ഞത് ആദ്യം, ഫസല്ലിം അലാ മൻ അറഫ്ത വലം തഅരിഫ്. നിനക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും നീ സലാം പറയണം. അതെങ്ങനെയാ? നീ അറിയുന്നവരോടും സലാം പറയണം, അറിയാത്തവരോടും പറയണം. അറിയാത്തവരോട് നമ്മൾ എങ്ങനെയാ സലാം പറയുക? നിങ്ങൾ ശരിക്കാലോചിച്ച് നോക്കി. അറിയാത്തവനെ കാണുമ്പോൾ ചിരിക്കണം എന്നല്ലേ പറഞ്ഞത്? ഒരാള് വേറൊരാളോട്, അറിയാത്ത ഒരാളോട് ചിരിച്ചു. അപ്പൊ അയാൾ തിരിച്ചു വെച്ചു, അയാളെ നിനക്കറിയോ? ഇല്ല, എനിക്കറിയില്ല. പിന്നെ എന്താ പിന്നെങ്ങനെ നീ ചിരിച്ചത്? അയാൾ പറഞ്ഞെന്തറിയാം? അറിയുന്നവരോട് എനിക്ക് ഇനിയും ചിരിക്കാൻ അവസരമുണ്ട്. ഇയാളെ ഞാൻ ഇനി കാണൂല. ചിലപ്പോ നമ്മുടെ അവസാനത്തെയും ആദ്യത്തെയുമായ സംഘമായിരിക്കും അത്. അയാളെ നീ കാണൂലല്ലോ. അപ്പൊ ഒന്ന് ചിരിച്ചൂടെ? എന്തിനാണ് നമ്മൾ അങ്ങനെ? ആ ചിരിക്ക് പോലും പുണ്യം പഠിപ്പിച്ചു. നമ്മൾ ഫ്രീ ആയില്ലേ? പണമില്ലെങ്കിലും നന്നായി സ്നേഹിക്കണം എന്നാണ്. അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം ആകർഷകമാകുന്നത്. നല്ല വാക്കുകൾ, നല്ല ഒരു പുഞ്ചിരികൾ. പറയാ, നിങ്ങൾ ഈ ആളുകളോട് ഇത്ര നല്ല മൊഞ്ചായി പെരുമാറിയത് അള്ളാന്റെ റഹ്മത്താണ്. കൂട്ടരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് മനുഷ്യനും അകന്നു പോയില്ലല്ലോ. ആ പെരുമാറ്റങ്ങളെല്ലാം നമുക്ക് പറയാൻ നേരമില്ല. ആരാവട്ടെ, ഉള്ളവനാവട്ടെ, ഇല്ലാത്ത അങ്ങനെ ഒരു വ്യത്യാസമല്ല. കർഷകരായ പണിക്കാരുണ്ട്, അവര് വന്നാൽ അങ്ങകല പദവികളായ ആളുകൾ വരുമ്പോ നബി അടുത്തിരുത്തി. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അടുത്തിരുത്തും. കയ്യിൽ ഭയങ്കര തഴമ്പ. ആ തഴമ്പുള്ള കയ്യിൽ ഹബീബായ റസൂൽ ഇങ്ങനെ തടവി കൊടുക്കും. എന്നിട്ട് ആ കൈ റസൂലുള്ള പിടിച്ചു മുത്തും. ആരുടെ? ഈ കർഷകരുടെ. അല്ല, എന്റെ കൈ മുത്തിക്കോന്ന് പറഞ്ഞിട്ട് കൊടുക്കല്ല. ആ കൈ റസൂലുള്ള മുത്തും. ആ റസൂലിനെ പിന്നെ ആരാ മറക്കുക? എത്ര അനുഭവങ്ങൾ, ആ കഥകൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് തീരൂല. ഒന്ന് ചിരിക്കണമെങ്കിൽ 16 പേശി ചലിച്ചാൽ മതി. ചിരിക്കാതിരിക്കണമെങ്കിലോ 63 പേശി ചലിക്കണം നമ്മുടെ ശരീരത്തിൽ. ഒരു മിനിറ്റിൽ നമുക്ക് 90 വാക്ക് പറയാൻ കഴിയും. അതേ മിനിറ്റിൽ 120 വാക്കുകൾ കേൾക്കാൻ കഴിയും. എന്തിനാണ് ഇത്ര ഒരു മഹത്തായ ഒരു ജീവിതം നമുക്ക് തന്നത്? 2 ചെവി കൂടി ഒന്നിങ്ങനെ ചേർത്തി വെച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ചിഹ്നം ഏതിൻ്റെതാണ്? എല്ലാം ഒന്നിങ്ങനെ ചേർത്തി വായിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം, ഞാൻ ഭാഗം വിശദീകരിക്കല്ല, മൂസാ നബി അലൈഹിസ്സലാം നബിയായി നിയോഗിക്കപ്പെട്ട് നേരങ്ങോട്ട് വന്നല്ലോ. ആ ചെരുപ്പൊക്കെ ഊരിടെന്ന് പറഞ്ഞല്ലേ? അപ്പൊ അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താ അറിയാം? നമുക്കറിയാം, റബ്ബിശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബിശ്റഹ് ലീ സ്വദ്രീ വയസ്സിർ ലീ അംരീ. അല്ലാഹുവേ, ഫിർഔനിനെ നന്നാക്കണമേ എന്നല്ല മൂസാ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അള്ളാഹുവേ, ഈ ദുനിയാവിൽ എന്തും ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയത്തിന്റെ ഒരു വിശാലതയുള്ള മനസ്സ് എനിക്ക് തരേണ.
നമ്മൾ ആദ്യം തേടേണ്ട മറ്റോനെ നന്നാക്കുന്നല്ല, എന്ത് വന്നാലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സ് എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും സമമല്ലല്ലോ. ഇത് ഫഅബില്ലതി ഹിയ അഹ്സൻ, നീ ഏറ്റവും നല്ലത് കൊണ്ടായിരിക്കണം എന്തിനേയും പ്രതിരോധിക്കേണ്ടത്. അങ്ങനെ വന്നാൽ ആർക്കാണോ നിന്നോട് ശത്രുതയുള്ളത് അവർക്കും നിനക്കുമിടയിൽ ഒരാത്മബന്ധം അള്ളാഹു ഉണ്ടാക്കി തരും. എന്നോട് തെറ്റ് ചെയ്തവനോട് തിരിച്ചു നന്മ ചെയ്തു എന്ന് ജീവിതത്തിൽ ഒരു സന്ദർഭങ്ങളിലെങ്കിലും ഓർക്കാവുന്ന അനുഭവങ്ങൾ എത്രയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്താ പറഞ്ഞ എന്നോട് ഇങ്ങോട്ട് പെരുമാറിയ ആ രൂപത്തിൽ അല്ലാതെ മാന്യമായി നമ്മൾ പെരുമാറിയ എത്ര അനുഭവമുണ്ട്. അതൊക്കെ കഥകളിലേക്ക് പോവല്ല, സൂചനകൾ തരാം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് തന്നെ അൽ-അമീനായിരുന്നല്ലോ. ആ അൽ-അമീനായ റസൂല് എന്തെല്ലാമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്നത്. എന്നിട്ട് അത്രയും ശത്രുത കാണിച്ച ആ റസൂലിനോട് അല്ലെ, റസൂലിനോടുള്ള എല്ലാ ശത്രുതയും ആ ജനത്തിന്റെ ഭാഗത്തുനിന്ന് മാറിയില്ലേ? നബിയോട് എന്തുമാത്രം പക വെച്ചു, ആ പക മുഴുവൻ മാറിപ്പോകുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുള്ള മാജിക് സ്റ്റിക്ക് എന്താ? അങ്ങനെ വേറൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ എന്താ? നമ്മൾ ശരിക്കും പഠിച്ചു നോക്കിയേ. നമ്മളെല്ലാം കാരുണ്യം കാണിക്കാറുണ്ട് സഹജീവികളോട്, പാവങ്ങളോട്, അശരണരോട്. റസൂലിന്റെ സ്നേഹം ഇവിടെയൊക്കെ ഉപരിയായി ശത്രുക്കളോടായിരുന്നു ഒന്നാമതുണ്ടായിരുന്നത്. എല്ലാരോടും, പക്ഷെ കൂടുതൽ ശത്രുക്കളോട്. എന്താണ്? കഠിന ശത്രുവിനോട് പോലും കാരുണ്യം കാണിക്കാൻ ലോക ചരിത്രത്തിൽ ഹബീബായ റസൂലിനല്ലാതെ വേറെ ആർക്കാ കഴിയാ? അത് ശ്രദ്ധിച്ചു നോക്കിയേ. വളരെ വേഗത്തിൽ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞുതരാം. മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തിരിച്ചു പിടിക്കുക. ചരിത്രം നമ്മൾ പഠിക്കണം. മക്കത്ത് 13 കൊല്ലക്കാലം പ്രബോധനം നടത്തിയ റസൂലും കൂട്ടരും ക്രൂരമായ പീഡനത്തിനല്ല ഇരയാവുന്നത്. അന്ന് മക്കക്കാര് പറഞ്ഞത്, പച്ചക്കരലുള്ള മനുഷ്യനാണ് മുഹമ്മദെങ്കിൽ, അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദെങ്കിൽ മുഹമ്മദ് പ്രതികാരം ചെയ്തിരിക്കും. എന്താ കാരണം എന്നറിയാമോ? എന്താ കാരണം? അതിന് മാത്രം അദ്ദേഹത്തിന്റെ അനുയായികളെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരെ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മേൽ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ചാർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലക്ക് നമ്മൾ 100 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വധിക്കാൻ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അനുയായികളെ ചുട്ടുപഴുത്ത മണലിൽ മലർത്തിക്കിടത്തിയിട്ടുണ്ട്. പഴുപ്പിച്ച കുന്തങ്ങൾ വെച്ച് അദ്ദേഹത്തിന്റെ അനുയായികളെ നമ്മൾ കൊന്നിട്ടുണ്ട്. മദീനയിൽ ചെന്നിട്ടും സമാധാനം നമ്മൾ കൊടുത്തിട്ടില്ല. ആ നമ്മളോടാണ് നമ്മളിപ്പോ കീഴ്പ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രതികാരം ചെയ്തിരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം ഹബീബായ റസൂല് മക്കക്കാരെ മാത്രമല്ല, ഭൂമി ലോകത്തുള്ള സകലമാന ജനങ്ങളെയും അത്ഭുതപ്പെടുത്തി പറഞ്ഞ വാക്ക് നമുക്കറിയില്ലേ? ലാ തസ്രീബ അലൈക്കുമുൽ യൗം യാ അഹ്ല മക്ക, മക്കക്കാരെ ഇദ്ഹബൂ അൻതും മുത്ലഖ്, പോകും, നിങ്ങൾ സ്വതന്ത്രരാ, ഇന്ന് നിങ്ങളോട് യാതൊരുവിധ പ്രതികാരവുമില്ല. അല്ലെ? അന്നേരം നബിയുടെ അടുത്തേക്ക് മുഖം മറച്ചുകൊണ്ട് 2 സ്ത്രീകൾ വന്ന് സലാം പറയുന്നുണ്ട്. സലാം പറഞ്ഞ് നബി സലാം മടക്കി ആ മുഖപടം ഒന്നിങ്ങനെ മാറ്റുകയാണ്. റസൂലുള്ളാഹി വിറച്ചുപോയി. ഇസ്ലാമിന്റെ എല്ലാമായ നബിയുടെ ഏറ്റവും അടുത്ത ഒരു സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു, ആ ഹംസയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി വഹിഷിയെ കൊണ്ട് കൊല്ലിച്ച് അവസാനം ചേതനയറ്റ് കിടക്കുന്ന ആ ജനാസയുടെ മാറി വിളർത്തിയിട്ട് കരള് കടിച്ചു തുപ്പിയ എന്താ മുന്നിൽ? അബൂ സുഫിയാന്റെ ഭാര്യയാണ് മുമ്പിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കി. രണ്ടാമത്തെ ആളാരറിയോ? ഇസ്ലാമിന്റെ എല്ലാ കാലത്ത് കഠിന ശത്രുവായ അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ ഭാര്യയാണ് മുമ്പിൽ രണ്ടാമത് നിൽക്കുന്നത്. 2 പേരും സലാം പറഞ്ഞ്, ഞങ്ങൾക്ക് മാപ്പില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തന്നു കഴിഞ്ഞു, എല്ലാവർക്കും തന്നു കഴിഞ്ഞു. പിന്നെ റസൂലിനോട് ചോദിക്കുന്നറിയോ? എന്റെ ഭർത്താവിന് മാപ്പ് കൊടുക്കൂലേ? ഇക്രിമക്ക്, ഇക്രിമ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ എത്രമാത്രമാണ്? നിങ്ങളെ എല്ലാവർക്കും മാപ്പ് എന്ന് പറഞ്ഞത് മാത്രമല്ല, അങ്ങനെ ഞാൻ ചെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് സ്വീകരിക്കൂല, പേടിച്ച് നാടുവിടുകയാണ്. ഹബീബായ റസൂല് ആ തലപ്പ വഴിച്ച് കയ്യിൽ കൊടുത്ത്, ഇത് കാണിച്ചു കൊടുക്ക്, ഞാൻ റസൂലിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്നാ. മക്കയിലെ തെരുവുകളിലൂടെ
അബൂജഹലിന്റെ മരുമകളാണ് ഞാൻ മുഹമ്മദിന്റെ അടുക്കൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം ഇസ്ലാമിലല്ലാതെ വേറെ എവിടെയാ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോ നമ്മളും ഇസ്ലാമിന്റെ സ്വഭാവം കൂടിയൊക്കെ എവിടെയാണ് നമ്മൾ ശരിക്കും ആലോചിക്കുക. ഇതിന് പറഞ്ഞാൽ ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഇത് നോൺ സ്റ്റോപ്പ്. ദീൻ അങ്ങനെയാ, എത്ര പറഞ്ഞാലും തീരൂല. അത് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്നുള്ളറിയോ, നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് സഹാബത്തിനും അവിടുത്തെ എല്ലാവർക്കും സലഫുകൾക്ക് ഉണ്ടായിരുന്ന ഒരു മഹത്തായ ഗുണമുണ്ട്, അത്തആഫുൽ. തആഫുൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് അതിന്. അത് ശ്രദ്ധിക്കേണ്ടെന്നേ, അതങ്ങ് വിട്ടുകളാ, അല്ലെ? ചിലതൊക്കെ കേട്ടിട്ടില്ല, ചിലതൊന്നും കണ്ടിട്ടില്ല എന്ന് വെക്കണം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ. അങ്ങനെ വിചാരിക്കലാണ് ജീവിതത്തിന്റെ വിജയം. 1 മണിക്കൂർ നമ്മൾ വർത്തമാനം പറഞ്ഞിരുന്നു, നമുക്ക് വർത്തമാനമൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ഒരു വാക്ക്, ആ ഒരൊറ്റ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഈ ആളോട് കണ്ടൂല, അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. നമ്മളെല്ലാരും മനുഷ്യന്മാരല്ലേ, നമ്മുടെ അടുത്തല്ലേ കുറവുകളുള്ളത്. ആ കുറവുകൾ പൊറുക്കാനും മറക്കാനും നമുക്ക് കഴിയണ്ടേ? എത്രയെത്ര കഥകളാണ് സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലയെ കുറിച്ച് പറയാറുണ്ട്. വകാന സബൂറൻ അലാ മാ യക്റഹു. ഞാൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പ്രത്യേകം എടുത്തത് ഇസ്ലാമിക ചരിത്രത്തിലെ അത്രമാത്രം ഒരിക്കലും വായിക്കാൻ കഴിയാത്ത നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് നാന്ദി കുറിച്ച മഹാനാണ്. അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് എങ്ങനെ അറിയാം? വകാന സബൂറൻ അലാ മാ യക്റഹു. വെറുക്കുന്ന കാര്യങ്ങളെ പോലും ക്ഷമിക്കാൻ കഴിയും. വകസീറു തആഫുലി അൻ ദുനൂബി അസ്ഹാബിഹി. തന്റെ ആ സഹാബിങ്ങളുടെ അധിക സംഗതികളൊക്കെ വന്നാൽ അതൊക്കെ ഒന്ന് കണ്ണു ചിമ്മാൻ കഴിയുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ നിദാനം. ഖുർആൻ പറയുന്നുണ്ട്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅ്റൂഫ് വഅരിദ് അനിൽ ജാഹിലീൻ. മാപ്പാക്കണം, അഫ്വ സ്വീകരിക്കണം, നല്ലതുകൊണ്ട് കൽപ്പിക്കണം, ജാഹിലുകളെ അവഗണിക്കണം. ആരാ ജാഹില്? നമ്മളിവിടെ അർത്ഥം പഠിച്ചിട്ടുണ്ട്. ജാഹിൽ ആരാന്നറിയോ? ജാഹിൽ എന്ന് പറഞ്ഞാൽ മാന്യന്മാരായ ആളുകളോട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നവനാണ് അറബിയിൽ ജാഹിൽ എന്ന് പറയാ. ഇവരല്ലാത്തവനല്ല, അതിനെ ഹംസ് എന്നാണ് പറയാ. ഇവരുള്ളവനാ ജാഹില്, പക്ഷെ മാന്യമല്ലാതെ സംസാരിക്കുന്നവനാ. അവനെ അവഗണിച്ചു വിടുക, അവന്റെ പിന്നാലെ പോകരുതെന്നാണ്. നാം മറ്റുള്ളവരെ കാണുന്ന പോലെ അല്ല റസൂലിനെ നമ്മൾ കാണേണ്ടത്. റസൂലിനെ പഠിച്ചാൽ മഹബ്ബത്ത് വരും, റസൂലിനെ പഠിച്ചാൽ അനുസരണം വരും, റസൂലിനെ പഠിച്ചാൽ ഇത്തിബാ വരും, അവിടത്തോട് പ്രണയം വരും. അത് അറിയണം. ആ റസൂലിന്റെ കൂടെ നമ്മൾ നീങ്ങണം. മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയണം. 1-2 വാക്കുകൾ കൂടി അതിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുക. നമ്മൾ നന്നാവാൻ, ഈ മേന്മയിലേക്ക് എത്താൻ നമുക്ക് വഴികളുണ്ട്. ഞാൻ എണ്ണി പറഞ്ഞുതരാം. 1, സലാമത്തുൽ അഖീദ. നമ്മുടെ അഖീദ നന്നാവണം, നമ്മുടെ വിശ്വാസം നന്നാവണം. വിശ്വാസം നന്നായാൽ മാത്രമേ നമുക്ക് മികച്ച ഒരു സ്വഭാവത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ലോകത്ത് വായിച്ചു നോക്കിയേ, ഏറ്റവും ക്രൂരന്മാരായി പെരുമാറുന്ന വിഭാഗങ്ങൾ ആരാ? വിശ്വാസ രംഗത്ത് അപജയങ്ങൾ വന്ന മനുഷ്യർക്ക് മാത്രമേ പരുഷമായി ക്രൂരന്മാരായി പെരുമാറാൻ കഴിയുള്ളൂ. അത് നമ്മുടെ നാടെടുത്താലും വേണ്ടില്ല, വിദേശ നാടെടുത്താലും വേണ്ടില്ല, ഒക്കെ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചേർത്തി വെക്കുക. നമ്മുടെ ഈമാൻ, നാം ഉൾക്കൊള്ളുന്ന സ്വഭാവം എന്നത് നമ്മൾ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിന്റെ, ചിന്തയുടെ, ഈമാനിന്റെ ഔട്ട്പുട്ടാണ്. അതുകൊണ്ട് എന്ത് വേണമെന്നറിയാം? ആ അഖീദ ആദ്യം ശരിയാക്കണം. 2, നിരന്തരമായി നമ്മൾ ദുആ ചെയ്യണം. എന്താ ദുആ? അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. പടച്ചോനെ, എന്നെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനേക്കാൾ മനോഹരമാക്കി എന്റെ സ്വഭാവത്തെ മാറ്റി തരണമേ. പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജന്നിബ്നി മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അമാൽ വൽ അഹ്വാ വൽ അദവാ. അല്ലാഹുവേ, വെറുക്കപ്പെട്ട സ്വഭാവം, വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങൾ, വെറുക്കപ്പെട്ട ദേഹേച്ഛകൾ, രോഗങ്ങൾ, എല്ലാത്തിൽ നിന്നും എന്നെ അകറ്റണമേ. അടുത്തത് തേട്ടം വേണം, കഠിന പരിശ്രമങ്ങൾ നടത്തണം. എന്താണ്? ഞാൻ ഇങ്ങനൊന്നും ആയാ പോരാ, ഞാൻ ചീത്തയാണെന്ന് വിചാരിക്കലല്ലോ. കഠിന പരിശ്രമങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ സ്വഭാവ മേഖല നന്നാവുള്ളൂ. അതുകൊണ്ട് എല്ലാ മേഖലകളും നന്നാക്കാൻ കഠിനാധ്വാനം ചെയ്യണം, നല്ലപോലെ പരിശ്രമിക്കണം. നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്നത് മികച്ച സ്വഭാവമാണ്. നമ്മളൊന്ന് മാറാൻ ശ്രമിച്ചു നോക്കി, അള്ളാന്റെ തൗഫീഖ് ഉണ്ടാവും. അതുകൊണ്ട് ചില ആളുകളൊക്കെ ഞാൻ ഒന്നുകൂടി തുറന്നു പറയാം, ആള് കണ്ട പക്ക ദീനിയ, പക്ഷെ ഒന്ന് ചിരിക്കാൻ പോലും കഴിയില്ല. എന്തിനാണ് അങ്ങനെയൊക്കെ മസിൽ പിടിക്കും? ഒക്കെ ഒന്ന് വിടുക. ഫലാഖത്തുൽ വജ്ഹ്, അങ്ങനെ ഒരു ആകർഷണീയമായ വ്യക്തിത്വമായി മാറാൻ കഴിയണം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്
വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈമാൻ നമ്മൾ നന്നാക്കണം. വൃത്തിയുള്ളതാക്കിയാൽ നമ്മൾ തേടുന്ന തേട്ടം അല്ലാഹു ഉടനെ കബൂല് ചെയ്യും. നമ്മുടെ തേട്ടങ്ങൾ എപ്പോഴും നന്നാക്കണം, തേട്ടങ്ങൾ വർദ്ധിപ്പിക്കണം. കാരണം നമ്മൾ ഇപ്പം ജീവിക്കുന്ന ചില സാഹചര്യങ്ങള് നമുക്ക് കുറെ സങ്കടങ്ങൾ മാത്രം തരുന്ന, അല്ലെ, വേദനകൾ മാത്രം മനസ്സിലൊരു പക്ഷെ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ, നാടുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുക, നമ്മൾ ജീവിക്കുന്ന പല ചുറ്റുപാടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് സ്വസ്ഥതയുള്ള, അതായത് അത്ര വലിയ സന്തോഷം തരുന്നതൊന്നുമല്ല. എന്താ പരിഹാരമുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം? ഈ ഉള്ളുലക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമുക്കാകെ ചെയ്യാൻ കഴിയാവുന്ന എന്താണോ, നമ്മുടെ റബ്ബിന്റെ നേരെ നമ്മുടെ രണ്ട് കൈയും ഉയർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സഹോദരങ്ങള് അവരിങ്ങനെ മരിച്ച് ഷഹാദത്ത് ചൊല്ലി മരിച്ചിങ്ങനെ വീടുന്ന കാഴ്ചകൾ, ലോകത്ത് അന്നം കിട്ടാതെ എല്ലാവരും പട്ടിണി കിടക്കുന്ന ഒരേ ഒരു നാടെന്ന് പറയുന്നതൊക്കെ ഇന്ന് ഗസയായിരിക്കും, അല്ലെ? നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകാനുള്ളത് പ്രാർത്ഥനകൾ മാത്രം. തൊട്ടടുത്ത പ്രദേശം നോക്കി നമുക്ക് അന്നം തരുന്ന, ഏറ്റവും നല്ല ദീനീ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളൊക്കെ അസ്വസ്ഥതപ്പെടുത്താൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ കഠിന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനകൾ എല്ലാ മേഖലകളിലും ഉണ്ടാകണം. നമ്മുടെ സഹോദരങ്ങൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, മറ്റുള്ള പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ നമുക്ക് നൽകാനുള്ളത് നമ്മുടെ പ്രാർത്ഥനകളാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുണ്ട്, അവർക്കും നൽകാനുള്ളത് അതാണ്. അത് മനസ്സറിഞ്ഞ് നൽകാൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ, നമുക്ക് അന്നം തരുന്ന രാജ്യങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. കഠിനമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, കടബാധ്യതകൾ, മറ്റു പല ബുദ്ധിമുട്ടുകൾ, എല്ലാതരം കെടുതികളിൽ നിന്നും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് പടച്ചവൻ നമുക്ക് രണ്ട് ലോകത്തും ഐശ്വര്യം നിറഞ്ഞ ജീവിതം തന്ന് നമ്മളെ തുണക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന നാടുകളിൽ സ്വഭാവം നന്നാക്കി ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിലയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നമ്മുടെ ഉമ്മത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യം നൽകും, അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. اللهم انصر إخواننا في فلسطين. اللهم ثبت أقدامهم. اللهم كشف الضر عن إخواننا في فلسطين. اللهم اشف جرحاهم. اللهم تقبل شهداءهم. اللهم إنهم جوعى فأطعمهم. اللهم إنهم مظلومون فانصرهم يا رب العالمين. اللهم انصرهم على أعدائهم نصرا كاملا يا رب العالمين. اللهم اعز الإسلام والمسلمين. اللهم تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.